വളരെ വ്യക്തമായി ഹേമ കമ്മിറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാൻഡ്ഫുൾ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, ഏതാനും നിർമ്മാതാക്കൾ, ഡയറക്ടേഴ്സ്, സംവിധായകർ, ആക്ടേഴ്സ്, താരങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, അതായത് നിർമ്മാതാക്കൾ, താരങ്ങൾ, സംവിധായകർ, പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഇവരുടെ ഒരു ചെറിയ വിഭാഗമാണ് ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ സെക്ഷുവൽ ഹരാസ്മെന്റ് ഉണ്ടാക്കുന്നു. ആ സെക്ഷുവൽ ഹരാസ്മെന്റിന് വിധേയമായിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഈ പവർ നെക്സസ് കൊണ്ട്, ഇവരുടെ ഈ ശക്തി കൊണ്ട് പരാതി പറയാൻ പോലും മടിക്കുന്നു. ഇതാണ് ഓരോരുത്തരും പോയി പറഞ്ഞിരിക്കുന്നത്. സ്മൃതി, ഇതൊന്നും തന്നെ ഒട്ടും അത്ഭുതകരമായ കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ സംബന്ധിച്ച് കേട്ടറിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കമ്മിറ്റി ഇപ്പോൾ എല്ലാ ആളുകളെയും കേട്ടുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിൽ മലയാള സിനിമ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അവിടെ അതിശക്തമായ സെക്ഷുവൽ ഹരാസ്മെന്റ് ഉണ്ടാകുന്നു. ആ സെക്ഷുവൽ ഹരാസ്മെന്റിനെ കുറിച്ച് പരാതി പറയാൻ പോലും ആളുകൾ പേടിക്കുന്നു. അവിടെ ഓരോ നടിയും അങ്ങേയറ്റം ഇൻസെക്യൂർ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളൊന്നും നക്ഷത്ര ശോഭയുള്ള താരങ്ങളല്ല എന്നും, അവർ ഈ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം സിനിമാ മേഖലയാണെങ്കിൽ അവിടെ മുഴുവൻ ചുഴികളും മലരുകളുമാണെന്നും, അവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള ഏറ്റവും ശക്തമായ നിരീക്ഷണമാണ് സ്മൃതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അത് വളരെ വളരെ പ്രധാനമാണ്. It's very painful to hear some incidents narrated by witnesses in which very highly placed men in cinema were. അടുത്ത വരി വളരെ പ്രധാനപ്പെട്ട സ്മൃതി, ഇതിനകത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് there's a culture of silence, ഒരു നിശബ്ദതയുടെ സംസ്കാരം വളർന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത്? ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിന്, ലൈംഗികമായ ചൂഷണത്തിന് വിധേയമായാൽ സിനിമയിൽ അവർ നിശബ്ദരായിരിക്കും, ഒരക്ഷരം മിണ്ടില്ല. കാരണം അവർക്ക് സർവൈവ് ചെയ്യണം. അതുകൊണ്ട് ഇത് അനുഭവിക്കുന്നവർ മാത്രമല്ല, ഇതിന് സാക്ഷിയാകുന്നവർ പോലും ഒരക്ഷരം പുറത്തു പറയാൻ മടിക്കുന്നു. അനുഭവിക്കുന്നവർ പറയുന്നില്ല, അതിന് സാക്ഷികളാകുന്നവർ പറയുന്നില്ല. നോബഡി will speak out because of fear എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഭയം മൂലം ഒരാൾ പോലും പറയുന്നില്ല എന്നാണ് പറയുന്നത്.